അല്ലൈനാവി ഫിറ്റ്നസ് സെന്ററിന്റെ തുടർച്ചയായ 4ാം വർഷത്തെ ഇഫ്താർ മീറ്റും ഗംഭീരമായി നടന്നു. പരം ആളുകളാണ് ഈ പ്രാവശ്യം ഇഫ്താർ മീറ്റിൽ പങ്കെടുത്തത്. മുന്നൊരുക്കങ്ങളെല്ലാം വളരെ നേരത്തെ തുടങ്ങി. പതിവ് പോലെ തന്നെ നോമ്പ് തുറക്ക് ആവശ്യമായ ഭക്ഷണങ്ങൾ വിവിധ വീടുകളിൽ നിന്നായിരുന്നു. അല്ലൈനാവി ഫിറ്റ്നസ് സെന്റർ 4 വർഷങ്ങൾക്ക് മുമ്പ് ആദ്യത്തെ ഇഫ്താർ പാർട്ടി സംഘടിപ്പിച്ചപ്പോൾ 100ഓളം ആളുകളാണ് പങ്കെടുത്തിരുന്നത്. 4 വർഷങ്ങൾക്കിപ്പുറം ഇന്നത്തെ ഇഫ്താർ പാർട്ടിയിൽ 350ഓളം ആളുകൾ പങ്കെടുത്തു. ഓരോ വർഷവും സംഘടിപ്പിക്കുന്ന ഇഫ്താർ പാർട്ടിയിൽ പങ്കെടുക്കുന്ന ആളുകളുടെ എണ്ണത്തിലുണ്ടാകുന്ന വർധനവ് വളരെ വലിയൊരു കാര്യമാണ്. പ്രവാസ ലോകത്ത് ഒരു സൗഹൃദ കൂട്ടായ്മ ഉണ്ടാകുന്നതും അത് നല്ല രീതിയിൽ നിലനിന്നു പോകുന്നതും വിവിധ പരിപാടികൾ ഇതുപോലെ സംഘടിപ്പിക്കുന്നതും തീർച്ചയായും വളരെ വലിയൊരു കാര്യമാണ്. ഒരു സാമൂഹിക ജീവി എന്ന നിലയിൽ ഓരോ മനുഷ്യനും അടിസ്ഥാനപരമായി ആവശ്യമുള്ളൊരു കാര്യമാണ് ഒരല്പം സോഷ്യലാകുക എന്നുള്ളത്. ഫിറ്റ്നസ് സെന്ററിലെ അംഗങ്ങൾക്ക് സോഷ്യലാകാനും സൗഹൃദങ്ങൾ ഉണ്ടാക്കാനും ആ സൗഹൃദങ്ങൾ നിലനിർത്താനും മാനസിക ഉല്ലാസത്തിനു ആവശ്യമായ വിവിധ പരിപാടികൾ നിരന്തരമായി സംഘടിപ്പിക്കാൻ നേതൃത്വം നൽകുന്നു എന്നുള്ളതാണ് അല്ലൈനാവി ഫിറ്റ്നസ് സെന്ററിനെ മറ്റുള്ള ഫിറ്റ്നസ് സെന്ററുകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. കേരളത്തിലെ എല്ലാ ജില്ലയിലെയും പ്രവാസികൾ ഈ കൂട്ടത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ വിവിധ വീടുകളിലെ ഭക്ഷണം എന്ന് വെച്ചാൽ കേരളത്തിലെ വ്യത്യസ്തമായ ജില്ലകളിലെ ഭക്ഷണം എന്നാണ് അർത്ഥം. അതുകൊണ്ട് തന്നെ ഈ ഇഫ്താർ മീറ്റ് ഒരു വ്യത്യസ്തമായ അനുഭവമാണ്. വിവിധ രുചി വൈവിധ്യങ്ങളുടെ വ്യത്യസ്തമായ അനുഭവം, നല്ല സൗഹൃദത്തിന്റെ വ്യത്യസ്തമായ അനുഭവം. റംസാൻ നോമ്പുതുറ വളരെ ഗംഭീരമായി നമുക്ക് സാധിച്ചു. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഇതിലുണ്ട്. പ്രത്യേകിച്ച് എല്ലാവരും വാക്കുകളില്ല പറയാൻ, ഓരോരുത്തരുടെ പേരെടുത്ത് പറയാൻ എനിക്ക് സാധിക്കില്ല. എന്നിരുന്നാലും എല്ലാവരും എന്നോട് സഹകരിച്ചു. എല്ലാവർക്കും വലിയ നന്ദി. നമ്മുടെ അതിനവിടെ അടുത്തൊരു ലക്കം കൂടി കഴിഞ്ഞു. എല്ലാം ഒന്നൊന്നും വെച്ചാണ്. ആരോടും നന്ദി പറയേണ്ടത് അറിയില്ല. എല്ലാവരും ഭാഗമാണ്. പ്രത്യേകം നന്ദി ജലാൽക്കാൻ. 4ാമത്തെ വർഷമാണ് നമ്മൾ ഈ ഇഫ്താർ മീറ്റ് നടത്തുന്നത്. ഓരോ വർഷവും വളരെ ഒന്നിനൊന്ന് വെച്ചായിട്ട് തന്നെ നടത്താൻ നമുക്ക് സാധിച്ചു. അയ്നാവിന്റെ ഫസ്റ്റ് ഇഫ്താർ മീറ്റാണ് എന്നോട് വരുന്നത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ഇതൊരു ഫിസിക്കൽ ഫിറ്റ്നസ് മാത്രമല്ല മെന്റൽ ഫിറ്റ്നസും കൂടെ ചെയ്യുന്നൊരു സ്ഥാപനമാണ്. അപ്പം വളരെ സന്തോഷമുണ്ട്. അടിപൊളി പരിപാടിയാണ്. എല്ലാവരും ഭയങ്കര കോർഡിനേറ്റഡ് ആവുന്നുണ്ട്, സോഷ്യലി കണക്ട് ആവുന്നുണ്ട്. എല്ലാവർക്കും വളരെ താങ്ക് യു. നമ്മളെ ഇപ്രാവശ്യത്തെ ഇഫ്താർ അടിപൊളിയായിരുന്നു. ഇത് ഈ വിജയത്തിന് പിന്നിൽ ഈ അയ്നാവി ലേഡീസ് ആണ്. അവർക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഇപ്രാവശ്യത്തെ ഇഫ്താർ വളരെ മനോഹരമായി കൊണ്ടുപോയി. അതിന്റെ പിന്നിൽ നമ്മുടെ ഈ ലേഡീസ് തന്നെയാണ് ഇതിന്റെ വിജയം. ഇനിയും ഇതുപോലെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയട്ടെ. അയ്നാവിയുടെ ഇത്തവണത്തെ ഇഫ്താർ മീറ്റ് നമ്മൾ എല്ലാ വർഷവും നടത്തിനേക്കാളും അതിഗംഭീരമായി നടത്തി. കൂടുതൽ പാർട്ടിസിപ്പൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഇത്തവണ നമ്മുടെ
ലേഡീസ് ഗ്രൂപ്പിലെ എല്ലാ ലേഡീസിനോടും പ്രത്യേകം ഐനാബിയുടെ സ്നേഹം അറിയിക്കുകയാണ്. നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുവന്നു, ഒരുപാട് ആളുകൾ കഴിച്ചു, എല്ലാവരും സന്തോഷത്തോടെ തിന്നു. പിന്നെ നമ്മുടെ കോർഡിനേറ്റേഴ്സും എല്ലാവരും സഹകരിച്ച് ഐനാബിയുടെ എല്ലാ മെമ്പേഴ്സിനോടും നമ്മുടെ ഐനാബിക്ക് പ്രത്യേകം സ്നേഹം അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.